വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ച് മോദിയെ വെല്ലുവിളിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. നേരത്തെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസിന്റെ ആലോചനയെങ്കിൽ ഇപ്പോൾ ആ ആലോചനയിൽ ചെറിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. മോദിയെ വെല്ലുവിളിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും നിലവിൽ വാരണാസിയിൽ ഉള്ളപ്പോൾ അവിടെ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി തന്നെയാണെന്നുള്ള കണക്കുകൂട്ടലിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമുള്ളത്. പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ മോദിയെ വെല്ലുവിളിച്ച് വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മോദിക്ക് വാരണാസി തിരിച്ചടി നൽകാൻ കാരണമുള്ളത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മോദി വിരുദ്ധത ശക്തമായി ആഞ്ഞടിക്കുകയാണ് വാരണാസിയിൽ. കർഷക പ്രക്ഷോഭങ്ങൾ, ചെറുകിട വ്യവസായങ്ങളുടെ തകർച്ച മുതലായവയൊക്കെ മോദി തരംഗത്തിനെ ഏറെ ബാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മോദിയെ വെല്ലുവിളിക്കുന്നതും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ മോദിക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നുള്ള കണക്കുകൂട്ടലുകളും BJPക്ക് അകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വാരണാസി പോലെയുള്ള മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള കരുത്താർജിച്ച ഒരു സ്ഥാനാർത്ഥി നിന്നാൽ മോദി തളർന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് നിലവിൽ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിട്ടുള്ളത്. ഈ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ് യോഗിയുടെ ഗോരഖ്പൂരും വാരണാസിയും. ഗോരഖ്പൂരിലും വാരണാസിയിലും ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി കോൺഗ്രസിനെ മുന്നിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അതിനുവേണ്ടി തുറുപ്പ് ചീട്ടായി മുന്നിൽ നിർത്തിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ തന്നെയാണ്. വാരണാസിയിൽ നിലവിൽ ഭരണവിരുദ്ധ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും മുന്നിൽ വരുമ്പോൾ എന്തായാലും മോദിക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ തന്നെയാണ് ദേശീയ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ മത്സരിപ്പിക്കാനുള്ള ആലോചന നടത്താൻ മുന്നിലോട്ട് വന്നത്. എന്നാൽ യോഗിയുടെ ഗോരഖ്പൂരിൽ ശക്തമായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടപ്പെടൽ യോഗിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കണക്കുകൂട്ടലുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഗോരഖ്പൂരിലും ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തി ശക്തമായ തിരിച്ചടി യോഗിക്കും നൽകാനുള്ള ഒരു പദ്ധതിയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.